മങ്കടയിൽ CPIM സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്ത CPM നേതാവായിട്ടുള്ള MP അലവിയാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നോമിനേഷൻ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല, നോമിനേഷൻ ഇന്നലെ കൊടുത്തല്ലേ ഉള്ളൂ. പിൻവലിക്കാറുണ്ട് വെച്ചാൽ നാളെ സൂക്ഷ്മ പരിശോധന, നാളെയും കൂടി ഡേറ്റ് ഇല്ല, 23, 24 സൂക്ഷ്മ പരിശോധന. അത് കഴിഞ്ഞിട്ടല്ലേ പിൻവലിക്കേണ്ടുള്ളൂ. പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പൊതുസ്വതന്ത്രനായിട്ട് മുൻ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം നേതാവായിട്ടുള്ള കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുണക്കാൻ നിലവിൽ CPM തീരുമാനിച്ചിട്ടുണ്ടോ? അതും തീരുമാനിച്ച് പറഞ്ഞിട്ടില്ല. അയാൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. LDFൻ്റെ പിന്തുണ വേണം എന്നുള്ള രീതിയിലേക്ക് അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് തീരുമാനിച്ച് പോകൽ വേണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി സെൻട്രൽ എടുക്കേണ്ട തീരുമാനമാണ്, ഞങ്ങൾ എടുക്കേണ്ടതല്ല. പ്രാദേശികമായിട്ട് നിങ്ങളുടെ ഒരു താല്പര്യം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് ഇതിൽ വേറെ പ്രാദേശികമായിട്ട് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സാധാരണ ഉള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാധാന്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം LDF ഭരിക്കുകയാണ്. അതൊരു ചരിത്രമാണല്ലോ. അപ്പോൾ ഈ 3ാം ടേമും അധികാരത്തിൽ വരണം എന്നുള്ളതാണ് പൊതുവേ കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അഭിപ്രായം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒപ്പമുള്ള സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിൽക്കേണ്ടത്. അപ്പോൾ അത് മാത്രമല്ല, കേരളത്തിലെ 140 സീറ്റിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള മണ്ഡലം മലപ്പുറമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് 4ആണ്. ആ 4ലാണ് അൻവർ ചെയ്ത് പോയത്, 3ആയി. തീർച്ചയായിട്ടും ഈ ഭൂരിപക്ഷം എന്നൊന്നും പറയണില്ലെങ്കിലും മലപ്പുറം ജില്ലയിൽ കൂടുതൽ നിയമസഭാ സീറ്റ് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള അടവുപരമായിട്ടുള്ള ഏർപ്പാടാണ് ഞങ്ങൾ ഇവിടുന്ന് മലപ്പുറം ജില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ വികസന കാര്യത്തിൽ ഈ 10 വർഷത്തിൽ എതിരാളി തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, 528 കോടി റുപ്യേൻ്റെ വികസന പ്രവർത്തനം മങ്കടിയിൽ നടന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, MLA പറഞ്ഞ. എവിടുന്ന് അയാൾക്ക് ഈ പൈസ കിട്ടിയേ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇയാൾ ഇവിടുത്തെ MLA ആണ്. അയാൾ ഭരണകക്ഷിയല്ലേ പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷത്തിലുള്ള ഒരു MLAക്ക് 528 കോടി റുപ്യേൻ്റെ വികസന പ്രവർത്തനം ഈ 5 കൊല്ലത്തിനിടയിൽ നടന്നു എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഒരു മോശമില്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ മങ്കട എങ്ങനെ ജയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു പാർട്ടിയാണ് മങ്കട പാർട്ടി. പിന്നെ തന്നെ ഞങ്ങളെ പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000-30,000 ഒന്നുമല്ലല്ലോ. ഞങ്ങൾ 6,250 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം റഷീദ് അലി പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും അത് പിടിച്ചെടുക്കുക എന്നുള്ളതൊരു വലിയ റിസ്ക് ഒന്നും എടുക്കാത്ത രീതിയിലേക്ക് സാധിക്കും. അപ്പോൾ അതിന് പറ്റാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ നോമിനേഷൻ സ്വതന്ത്രമായിട്ട് കൊടുത്തു എന്ന് പറയുന്ന ആളും ആ രീതിയിലേക്ക് തയ്യാറായി വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ആലോചിക്കും എന്താണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്നുള്ളതിനെ സംബന്ധിച്ച്. മുസ്ലിം ലീഗ് നേതാവാണല്ലോ, മഞ്ഞളാംകുഴി അലിയുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പിന്തുണയൊക്കെ തന്നെ ഗുണം ചെയ്യില്ലേ? അത് ഗുണം ചെയ്യും. കാരണം ഈ മുസ്ലിം ലീഗ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കുന്നത്ത് മുഹമ്മദ് വെച്ചാൽ ഈ മഞ്ഞളാംകുഴി അലിൻ്റെ മാർക്കുള്ള ലീഗല്ല. അയാൾ മങ്കട നിയോജക മണ്ഡലത്തിലെ കുന്നത്തുകാരാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വലിയ തറവാടാണ് ഉള്ളത്. അത് അലി ലീഗ് പോണീൻ്റെ അടുത്ത് തന്നെ ഒക്കെ നിലവിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ കുന്നത്ത് മുഹമ്മദ് മാത്രമല്ലല്ലോ അതിനകത്തുണ്ടാവുക, ലീഗിന് ആളുകളുണ്ടാവുമല്ലോ. അവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നോളം നിർബന്ധമൊന്നുമില്ലല്ലോ. ആ രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ആലോചിക്കും പാർട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് അയാളെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം നാളെ മിക്കവാറും പാർട്ടി സെൻറ്റർ ഒരു ധാരണ എത്തുന്നതാണ് ഞങ്ങൾ ധാരണ. അപ്പോൾ പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി ലീഡേഴ്സ് നാളെ പറയും എന്നാണ് ഇപ്പോൾ ഉള്ളത്. ആഗ്രഹിക്കുന്നത് ധാരണ എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കില്ലല്ലോ. അയാൾ LDFൻ്റെ പിന്തുണ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പിന്തുണ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് അത് അഭിപ്രായം പറയേണ്ട ആൾ ഞാനുമല്ല, ഇവിടുത്തെ പാർട്ടിയല്ല, സെൻറ്റർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ താങ്കൾ നോമിനേഷൻ പിൻവലിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചുള്ളത്. അതുകൊണ്ട് സഖാവ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിൻവലിക്കും. അതിപ്പോൾ വേറെ തർക്കമൊന്നുമില്ല. മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ഈ കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി
ഇപ്പോൾ ഈ അങ്ങാടിപ്പുറം പോളി പോലെയുള്ള കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പല കേസുകളിലും പാർട്ടിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പല അതിക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ള രീതിയിൽ പ്രചാരണ ലീഗൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ആക്രമിച്ചിരുന്ന ആളെ എങ്ങനെ പാർട്ടി പിന്തുണക്കുന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് പിന്നെ വെറുതെ പറയുന്ന കാര്യമാണ്. കാരണം എന്താ, പോളി കേസാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പോളി മാത്രമല്ല, പലയില്. അതല്ലാതെ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പിന്നെ കൊണ്ടുപോയിട്ട് ഒരു അക്രമകാരി അങ്ങനെയുള്ള രീതിയിലേക്ക് ഉള്ള ആളില്ല. കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അതിൽ അയാളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ പിന്നെ ലീഗുണ്ട്, പിന്നെ ഞങ്ങളാളുകളുമുണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ പോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മാത്രമല്ലല്ലോ, പെരിന്തൽമണ്ണ ആഫീസിൻ്റെ പ്രശ്നം, മുസ്ലിം ലീഗിൻ്റെ ഈ ആഫീസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതിൽ പരിക്ക് പറ്റിയിട്ടുള്ള ആളാണ് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ. നമ്മളായതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ആലോചിച്ചിട്ട് പിന്നെ കേസിൽ നിന്ന് ചിലപ്പോൾ പിന്നെ മാറിയതാവാം. ഞാൻ അപ്പോൾ അതിൽ പിന്നെ പ്രതിയല്ല. അത്രത്തോളം കടന്നാക്രമിച്ചിരുന്ന ആളൊന്നല്ല. അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. അത് പൊതുവേ അങ്ങനെ ഒരു രീതി രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നെ ഇത് അതിനകത്ത് ഉള്ളൂ. അല്ലാത്ത മുസ്ലിം ലീഗും CPM എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സംഘർഷാവസ്ഥ പിന്നെ പൊതുവേ ജില്ലക്കകത്ത് ഇല്ല. പിന്നെ ഇവിടെ അത് ഏതാണെങ്കിലും പിന്നെ ആ രീതിയിലേക്കുള്ളൊരു കേസല്ല. സംബന്ധിച്ച് കുന്നത്ത് മുഹമ്മദ് നമ്മളെന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഞാൻ പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ആൾ തിരഞ്ഞിട്ടൊന്നുമില്ല. ആളുകൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആളുകൾ തരാമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ മിക്കവാറും മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നാലേ ഉണ്ടാവുകയുള്ളൂ. അത് അതിൻ്റെ ഗുണം ദോഷം നോക്കിയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു പോകും. അതിൽ എക്കാലത്തും ഞങ്ങളെ പാർട്ടി, ഞങ്ങളെ നേതാക്കന്മാർ വേറൊരാരും ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സമീപനം ശരി അല്ലല്ലോ രാഷ്ട്രീയപരമായിട്ട്. ഈ മങ്കട എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന വ്യാപകമായി എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അങ്ങാടിപ്പുറത്തെ ബൈപ്പാസാണ്. ദിനം പ്രതി അവിടെ അനുഭവപ്പെടുന്ന ട്രാഫിക് ബ്ലോക്ക്. ഇന്നിപ്പോൾ മഞ്ഞളാംകുഴി അലിയെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, ഇടതുപക്ഷ സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ടാണ് നടപ്പിലാകാതെ പോയത്, UDF വന്നത് നടപ്പിലാകുമെന്നുള്ളത്. എന്താണ് അക്കാര്യത്തിൽ CPMൻ്റെ ഒരു മറുപടി? CPM എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിന് ഞങ്ങൾ അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് എതിർത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇത് പരിഹരിക്കാനൊക്കെ ബൈപ്പാസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ആ രീതിയിൽ പിന്നെ ഒരു മൗന സമാജത്തിലുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ ബൈപ്പാസ് പിന്നെ ആ പാലുണ്ടാക്കുന്ന കാര്യത്തിൽ അയാളോട് എല്ലാ പിന്നെ PWD മേഖലക്കകത്തുള്ള എൻജിനീയേഴ്സും അയാളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അപകടം ചെയ്യും, ഇത് നമുക്ക് നിലവിലുള്ളിലേറെ കുരുക്കാണ് വരിക, അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് അയാളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ അയാളെ ബിസിനസ്, അയാളൊപ്പം നിൽക്കുന്ന വ്യാപാരികൾ എന്നുള്ള രീതിയിലേക്കുള്ള ചില താല്പര്യത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ആണ്, അത് ശരിയാണ്. എന്നാൽ പിന്നെ ഏതെങ്കിലും വന്നിട്ട് പിന്നെ മുഖ്യമന്ത്രിൻ്റെ അടുത്തോ പിന്നെ PWD മിനിസ്റ്ററേറ്റ് പോയിട്ട് ഇങ്ങനെ ആ പാലത്തിന് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ശുദ്ധ അസംബന്ധമാണ്, അയാൾ പറഞ്ഞിട്ടില്ല. അത് തന്നെയല്ല, അയാൾ ഞങ്ങൾ ഒരിക്കൽ പിന്നെ റിയാസിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയിരുന്നു. പിന്നെ ഇത് എങ്ങനെ പരിഹരിക്കുള്ള അല്ലാഞ്ഞ സംഗതി ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് അയാളും പറഞ്ഞു. അയാൾ നേരെ അലി പറഞ്ഞു വരുത്തിയത് എന്താണെന്ന് വെച്ചെങ്കിൽ ഓലൊരു പടം ഒന്നായിട്ട് പോയിട്ടുണ്ടല്ലോ, എന്നിട്ട് ഓൽക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇയാൾ പൊതുവേ പറയണത് എന്താണെന്നുണ്ട് വെച്ചെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ല, പിന്നെ അതുകൊണ്ടൊരു കാര്യം നടക്കണില്ല, അതുകൊണ്ട് പാലും നടക്കില്ല. ഈ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന MLA അല്ല. കാരണം അയാൾക്കൊരു കോംപ്ലക്സാണ്, ഉള്ള കാര്യം തുറന്നു പറയാലോ. കാരണം എന്താ പറയുക, 3 തവണ ഞങ്ങളെ കൂടെ അയാളുണ്ടായിരുന്നു, 2 തവണ ജയിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ അതിന് അയാൾ പോണ സമയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ പിന്നെ ഒന്നല്ല ഈ പാർട്ടി സെക്രട്ടറി അല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അല്ലാച്ചി എന്നുള്ള രീതിയിലേക്കുള്ള പിണറായി പിന്നെ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിനെ ഫേസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അയാൾക്ക് കഴിയില്ല. അയാൾക്ക് മന്ത്രിമാരെടുത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പോകില്ല. അതൊക്കെ അതൊരു പുച്ഛമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾ പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് അയാളെ മോശമായിട്ട് മറ്റൊരു രീതിയിലേക്കുള്ള ഏർപ്പാടും കാര്യം നമ്മൾ അത് പോയി ഇപ്പോൾ അയാളിപ്പോൾ ഈ 525 കോടി റുപ്യേൻ്റെ വികസനം കാണണം. ഈ 525 റുപ്യേൻ്റെ കോടി വികസനത്തിൽ പിന്നെ കിഫ്ബിയിൽ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട നിലപാട് സ്വീകരിച്ചൊരു MLA ആണ് അയാൾ. ഇത് ഒരിക്കലും ഉള്ളതല്ല, പിന്നെ അത് വെറുതെ പിന്നെ പറഞ്ഞുകൊണ്ട് എടുക്കണം എന്നുള്ളത്. ഈ മങ്കട നിയോജകമണ്ഡലത്തിനകത്തുള്ള സർക്കാർ സ്കൂളുകൾ പിന്നെ പൂർണ്ണമായിട്ടും ബില്ലിങ് കാര്യം നിങ്ങൾ പോയി നോക്കിപ്പോൾ അമ്പലപ്പടി സ്കൂളൊക്കെ മക്രാമിൻ്റെ 3 കോടി റുപ്യാണ്. അപ്പോൾ 3 കോടിയായിട്ടും 2 കോടിയായിട്ടും 1 കോടിയായിട്ടും എന്നുള്ള രീതിയിലേക്ക് കോടിക്കണക്കിൽ ഉറുപ്പ്യ ഇയാൾക്ക് കൊടുക്കണ 5000 എന്നല്ല, അത് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങളതിനെ തടസ്സപ്പെടുത്തിയില്ലല്ലോ. പ്രതിപക്ഷത്താണ് വിചാരിച്ചത് തരൂല എന്നുള്ള രീതിയിൽ വന്നില്ല, നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അയാൾ ഈ കിഫ്ബി ഫണ്ട് വെച്ചിട്ടുണ്ടാക്കിയ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്ന സമയത്ത് മന്ത്രി സ്റ്റേജുമൊക്കെ കയറുന്നതിനടുക്ക് അയാൾ അവിടെ കയറിയിട്ട് നേരെ ഇറങ്ങി പോണ ചരിത്രം ഉണ്ടായിട്ടുള്ളത് ഉള്ളൊരു സത്യമാണ്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അയാളെന്തോ ഒരു വലിയ പിന്നെ ആൾ എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടും കാറി അത് ഒരു സമീപനം അയാളെടുത്തുണ്ട്. ഞങ്ങളതിനെ മറ്റൊരു കാരണം MLA ആണെന്നുണ്ടെങ്കിൽ UDFൻ്റെ ആണല്ലോ. ആ പ്രശ്നം പിന്നെ മുസ്ലിം ലീഗിനകത്തുണ്ട്.
അതിപ്പോൾ MLA ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മുഹമ്മദ് ഒരു പിന്നെ പ്രത്യേകമായിട്ടൊരു നോമിനേഷൻ കൊടുക്കാൻ വന്നു എന്നുള്ള രീതിയിലേക്കല്ല. ഇവരിതിൻ്റെ മുന്നേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ തന്നെ വീരം പാണക്കാട് അറിയിച്ചിട്ടുണ്ട് അയാളെ പ്രോസസ് സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള രീതിയിലേക്ക്. അത് പിന്നെ ഉണ്ടെങ്കിലും അത് അംഗീകരിച്ചില്ല എന്നുള്ളത് പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സാധാരണ ഞാനത് പറയണില്ല, അതിൽ ഈ സീറ്റ് വാങ്ങുന്ന ഒരു സമീപനമുണ്ട് പാണക്കാട് നിന്ന്. സീറ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരെ എതിർത്തിട്ടുണ്ടെങ്കിലും അരിക്ക് സീറ്റ് ഉണ്ടാവും. എന്താണ് നിങ്ങൾ പേയ്മെന്റ് സീറ്റ് എന്നുള്ള ആരോപണമാണോ ഉദ്ദേശിച്ചത്? ഞാൻ ആരിലും ഒന്നും പറയണില്ല, പക്ഷേ അരിക്കൊരു സീറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ പാണക്കാട്ടിന് പിന്നെ അർത്ഥം പോലെ. കാരണം എന്താണ്, നമ്മളെ കൂടെ ഉണ്ടായതിനും അറിയുന്നതിനോട് ഞാൻ ആ രീതിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സീറ്റ് അയാൾ ഒപ്പിച്ചെടുത്തു. ഇവർ പിന്നെ കൂടി പിന്നെ പൊതുവെ തീരുമാനിച്ചു. പിന്നെ ആ തീരുമാനം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാൾ നോമിനേഷൻ കൊടുക്കാൻ വരുന്നത്. അപ്പോൾ കൊടുക്കാൻ പിന്നെ മുസ്ലിം ലീഗിനകത്തുള്ള ആളുകൾ പിന്നെ കുറേ ആളുകളെ പിന്തുണ അയക്കുന്നുണ്ട്. പക്ഷേ ആ പിന്തുണ പൂർണ്ണമായിട്ടും വോട്ടായി മാറും. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റുള്ള രീതിയിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം അവരൊക്കെ ലീഗാണ്. അതേ സമയത്ത് ലീഗിനോടല്ല വെറുപ്പ്, MLA-നോടാണ് വെറുപ്പ്. അപ്പോൾ അതാണ് അവരെ അത് പ്രതികരിക്കും തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലിക്കെതിരായിട്ടുള്ള ഒരു ജനവിരുദ്ധ വികാരമുണ്ട്. അത് പ്രതിഫലിക്കും, അത് LDF-ന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് MP അലവി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങളിൽ മഞ്ഞളാംകുഴി അലി ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയും അദ്ദേഹം നടത്തുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.